ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പല ചോദ്യങ്ങളും ഇപ്പോൾ വിവാദവുമായി ബന്ധപ്പെട്ട പേര് വിവാദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു. അതുപോലെ തന്നെ പ്രദേശവാസി അല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യം വന്നു. പ്രിജി കണ്ണൻ എന്നാണ് എൻ്റെ പേര്. അങ്ങനെയല്ല, ഇടതുപക്ഷവും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ഒക്കെ പിന്തുണയോടുകൂടി മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും യുവജന പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത്തരം ഒരു പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതായത് നോർത്ത് ഇന്ത്യ, അതെ, ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അടൂരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായത് ഒരു പേരായിരുന്നു. ആ പേരിന്റെ ഉടമ ശ്രീമതി പ്രിജി കണ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ശ്രീമതി പ്രിജി. എന്താണ് ഇപ്പോൾ ഉണ്ടായ ഈ പേരുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ ഒരു അടിസ്ഥാനം? എന്തുകൊണ്ടാണ് പെട്ടെന്ന് പേരൊരു വിഷയമായി വന്നത്? എൻ്റെ ഇപ്പോൾ ഒരു വിവാദമായി വന്നിരിക്കുന്നതിൻ്റെ കാരണം, ഞാൻ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചത് ആ സമയത്ത് വിവാഹിതയായിരുന്നില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേരാണ് ശശിധരൻ എന്ന് പറയുന്നത്. പ്രിജി ശശിധരൻ എന്നുള്ള പേരിലാണ് മത്സരിച്ചിരുന്നത്. 3 വർഷമായി ഇപ്പം വിവാഹിതയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് കണ്ണൻ എന്ന് പറയുന്നത്. യു കണ്ണൻ എന്നാണ് പേര്. അദ്ദേഹം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പറാണ് കരുനാഗപ്പള്ളി. അതുപോലെ AIVF എന്ന് പറഞ്ഞ യുവജന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സ്വീകരിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് മറ്റ് കാര്യങ്ങളില്ല. വിവാദമാക്കേണ്ടതായ, കേരളത്തിലെ സ്ത്രീകളെല്ലാവരും പേര് മാറ്റാറുള്ളതുപോലെ അതെ, അത്രേ ഉള്ളൂ. അത് വിവാദമാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ അടൂരിൽ അതിനൊരു പ്രത്യേക വാല്യൂ ഉണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അതെ, അത് പക്ഷേ നമുക്കറിയാം. ഞാൻ ഈ പേരുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടായപ്പോൾ തന്നെ, എൻ്റെ ഹസ്ബൻഡിനെയും കൂടെ കൂട്ടി നിർത്തിക്കൊണ്ടാണ്, അദ്ദേഹത്തെയും കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പല മാധ്യമങ്ങളും ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെയും കൂടെ കൂട്ടി നിർത്തിക്കൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അടൂരിലെ ജനങ്ങൾക്കറിയാമല്ലോ ആരാണ് പ്രിജി കണ്ണൻ, അല്ലെങ്കിൽ പ്രിജി കണ്ണനിലെ കണ്ണൻ ആരാണെന്ന് അടൂരിലെ ജനങ്ങൾ കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ അതിനകത്ത് മറ്റ് സംശയങ്ങൾക്കോ വിവാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ അതിൻ്റെ ആവശ്യമില്ല. അതിനകത്ത് ആ ഒരു വിവാദം അത് അങ്ങനെ തന്നെ അത് അവസാനിക്കണം എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു വിശദമാക്കൽ കൂടി നടത്തിയത്. ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഒരു വിവാദം ഉണ്ടായത് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാനും കണ്ണൻ എന്ന പേര് അതൊരു കാരണമായെന്ന് വേണമെങ്കിൽ പറയാൻ. കാര്യം, കൊല്ലം ആണ് എൻ്റെ കൊല്ലം ജില്ലക്കാരിയാണ്. കൊട്ടാരക്കര മണ്ഡലത്തിലെ കരീപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടൂരിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ആ ഒരു പേര് പരിചയപ്പെടുത്തുന്നതിനൊരു കാരണമായി എന്നാണ്, അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആ ഒരു വിവാദത്തെ. അതോടൊപ്പം തന്നെ വന്നൊരു വാർത്തയാണ് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറാൻ കാരണം? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അറിയാം, രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും നിരവധിയായിട്ടുള്ള ആളുകൾ മണ്ഡലം മാറി, അത് പ്രമുഖരാവട്ടെ അല്ലാത്ത പുതുമുഖങ്ങളാവട്ടെ, മണ്ഡലം മാറി മത്സരിക്കുന്നത് ഒരു പുതുമയല്ല നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് പാർട്ടി സംസ്ഥാന കൗൺസിലാണ് ഈ തീരുമാനം എടുക്കുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പാർട്ടി സംസ്ഥാന കൗൺസിലിൻ്റെ തീരുമാനപ്രകാരമാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ മണ്ഡലത്തിലേക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വവുമായിട്ട് എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ അത് മാത്രമല്ല, പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പുതിയ ഒരു സ്ഥലമല്ല. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചുമതലയെടുത്തുകൊണ്ട് സംസ്ഥാന സഹഭാരവാഹി ആയിരുന്നപ്പോൾ അടൂർ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ചുമതലക്കാരി കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടൂർ അല്ലെങ്കിൽ പത്തനംതിട്ട പ്രദേശം എന്ന് പറയുന്നത് എനിക്കൊരു പുതുമയുള്ള ഒരു സ്ഥലമല്ല. അപ്പം അത്തരത്തിലുള്ള പരിചയവും കൂടിയുണ്ട്. കൊട്ടാരക്കരയാണ് അല്ലെങ്കിൽ കരീപ്രയാണ് സ്വദേശമെങ്കിൽ പോലും പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് 2021 സമയത്താണ് ഞാൻ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് ഒഴിയുന്നത്. അപ്പോൾ ആ സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, AISF വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ജില്ലയുടെ ചുമതല എടുത്തുകൊണ്ട് ഇവിടുത്തെ ഒരുവിധം പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ പാർട്ടി അത് തീരുമാനിക്കാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് താങ്കളെ തിരഞ്ഞെടുത്തത്, അതോ അടൂരിലേക്ക് തിരഞ്ഞെടുത്തത്? അത് തീർച്ചയായിട്ടും യുവജന പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധിയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് അത് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ പാർട്ടി അത്തരത്തിലൊരു വനിതാ പ്രാതിനിധ്യം കൂടി തീരുമാനത്തിലെടുത്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ AISF എന്നുള്ളതിനപ്പുറം വനിത എന്നതാണോ പ്രധാനമായും കൺസിഡർ ചെയ്തിരിക്കുന്നത്? പ്രത്യേകിച്ച് അങ്ങനെ വനിത പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ല. പക്ഷേ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ വനിതാ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ശബ്ദമുയർത്തുന്ന
ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ മഹിളാ പ്രസ്ഥാനങ്ങളും അതുപോലെ യുവജന പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി വനിതകളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളമായിട്ടുള്ള ശ്രമങ്ങൾ പ്രത്യക്ഷത്തിൽ നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ വനിതകളെ പരിഗണിച്ചുകൊണ്ട് ഈ വട്ടത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത്തരത്തിൽ നല്ല വർധനവാണ് ശതമാനത്തിൽ, വനിതകളുടെ പങ്കാളിത്തത്തിലൊക്കെ തന്നെ നല്ല വർധനവ് വന്നിട്ടുള്ള രീതിയിലാണ് ഈ വട്ടത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതും ഒരു കാരണമായിരിക്കാം. CPI പൊതുവെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പം 3 ടേം കഴിഞ്ഞാൽ ആർക്കും ഇളവ് വേണ്ട എന്നുള്ളൊരു നിലപാട് CPI എടുത്തു. അതുകൊണ്ടുകൂടിയാണോ ഇത്തവണ അടൂരിൽ മാറ്റം ഉണ്ടായത്? അതെ, ഇത്തവണ അങ്ങനെ ഒരു മാറ്റവും കൂടിയുണ്ട്. കാരണം എപ്പോഴും നമ്മൾ പുതുമുഖങ്ങളെ അല്ലെങ്കിൽ വ്യക്തമായി പുതിയ ആളുകളെ മുൻപോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധം തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 ടേം വ്യവസ്ഥ എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ അത്തരത്തിൽ തീരുമാനമെടുത്തതും ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ എളുപ്പമായിരിക്കുമോ ശ്രീ ചിറ്റയം ഗോപകുമാറിനെ പോലെ 15 വർഷത്തെ ഒരു വലിയ പീരീഡിന് ശേഷം ഒരു പുതുമുഖം അവിടെ വന്ന് അടൂർ പോലൊരു മണ്ഡലം പിടിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കും? എന്താ ഒരു പഠനം ഇപ്പം നടത്തിയിരിക്കുന്നത്? ഇവിടെ തീർച്ചയായിട്ടും MLA-യുടെ നേതൃത്വത്തിൽ, ചിറ്റയം ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പിൻബലത്തോടു കൂടി തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാവിധമായ പിന്തുണയോടും കൂടി തന്നെയാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ എല്ലാവിധമായിട്ടുള്ള പിന്തുണകളും ഉണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എല്ലാ പ്രചരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ തുടർച്ച ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടാകും. ഇടതുപക്ഷത്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് ഓക്കെ, അത് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പം കഴിഞ്ഞ ഒരു 2-3 ടേം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ KK ഷാജിനെതിരെ UDF വേണ്ടി മത്സരിച്ച പീരീഡ്, അതായത് 2016 കാലഘട്ടം ഒഴിച്ചാൽ അതിന് മുമ്പും അതിന് ശേഷവും 2021 അതിന് മുമ്പും 2 തവണയും ചെറിയ മാർജിനിലാണ് ശ്രീ ചിറ്റയം ഗോപകുമാർ ജയിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ശ്രീ MG കണ്ണനോട് 3000 ചില്ലുവാനും വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു അത് അദ്ദേഹത്തിൻ്റെ 15 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെ 10 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം നേടിയ വോട്ട് കൂടിയാണ് 66,000 വോട്ടെണ്ണം. അപ്പം താങ്കൾക്ക് ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ട് മാത്രം മതിയോ ഈ ഒരു എമൗണ്ട് ക്രോസ് ചെയ്യാൻ? അങ്ങനെയല്ല, ഇടതുപക്ഷവും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ഒക്കെ പിന്തുണയോടുകൂടി മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു നിർണായക ഘട്ടമായി ഞാൻ കരുതുന്നു. കാരണം ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖല അടക്കമുള്ള നമ്മുടെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഈ 10 വർഷക്കാലം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമായിട്ട് തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പൊതുജനങ്ങളാണ് വിലയിരുത്തുന്നത്. അപ്പോൾ പൊതുജനങ്ങളുടെ ഒരു വലിയ വിലയിരുത്തൽ, അതായത് അവർക്ക് കൺമുന്നിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങളാണല്ലോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ വികസന നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ ഈ മണ്ഡലത്തിലെടുത്ത് പരിശോധിച്ചാൽ തന്നെയും അല്ലെങ്കിൽ കേരളത്തിലുടനീളം പരിശോധിച്ചാൽ തന്നെയും ആ വികസന നേട്ടങ്ങൾ നമുക്ക് കൺമുന്നിൽ കാണുന്ന തരത്തിലാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കത് വ്യക്തമായ ബോധ്യമുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ തീർച്ചയായിട്ടും അതിനെ വിലയിരുത്തും. അത് ഇടതുപക്ഷം തീർച്ചയായിട്ടും കേരളത്തിന് അനിവാര്യ ഘടകമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പണ്ട് പന്തളം ഒരു പ്രത്യേക മണ്ഡലമായിരുന്നു, ഇന്ന് അത് അടൂരിൻ്റെ ഭാഗമാണ്. പൊതുവെ ഇവിടെ നിന്നുള്ള ഒരു പരാതി, പന്തളത്തെ അടൂരെ MLA വല്ലാതെ അവഗണിച്ചു, അടൂരുണ്ടായ പോലെ ഒരു വികസനം ഉണ്ടായില്ല, പരിഗണന ഉണ്ടായില്ല എന്നാണ്. താങ്കൾ അത് ഒരു പരാതി കേട്ടിരുന്നോ? എന്തായിരിക്കും അതിനുള്ളൊരു, ഇൻ കേസ് താങ്കളാണ് ജയിച്ചു വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു കാലഘട്ടത്തിൽ താങ്കളാണ് അടൂരിനെ പ്രതിനിധീകരിക്കുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അത് ഓവർകം ചെയ്യുക? അത്തരം ഒരു പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിച്ച് വന്നു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായി പരിഹാരം കാണാം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കേണ്ട അല്ലെങ്കിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ പോകണമെന്നാണ് കരുതുന്നത്. ഓക്കെ, താങ്കൾ പറഞ്ഞു താങ്കൾ യുവാക്കളെ പ്രതിനിധീകരിച്ചാണ്. എന്തായിരിക്കും താങ്കൾ ഒരു ഭരണസാരഥ്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി എന്തായിരിക്കും പ്രത്യേകമായി ചെയ്യുക? നമ്മൾ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് യുവാക്കളുടെ ക്ഷേമത്തിന് അനുസൃതമായി
അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കണ്ടു തന്നെയാണ് നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ടും പൊതുപ്രവർത്തനമായിട്ടും ഒക്കെ മുന്നിൽ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അത്തരത്തിൽ യുവാക്കളുമായി ബന്ധപ്പെട്ട് യുവാക്കൾ പ്രത്യേകിച്ച് നമുക്കറിയാം കായികപരമായിട്ടൊക്കെ ഇപ്പോൾ എന്താണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും വലിയ കായിക താരങ്ങൾ അങ്ങനെ ഉയർന്നു വരുന്നതിനൊരു വലിയ കുറവ് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ പോലെയുള്ള ആളുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത്. അത് മറ്റ് കേരളത്തിൽ നിന്ന് അത്തരത്തിലൊരു പണ്ട് ടിനു യോഹന്നാൻ പോലെയുള്ള ആളുകൾ ക്രിക്കറ്റ് താരങ്ങളായി കേരളത്തിൽ നിന്നുണ്ടായിരുന്നു, അത്തരത്തിൽ ശ്രീശാന്ത് പോലെയുള്ളവർ. പക്ഷെ അത് വലിയൊരു, അതായത് നോർത്ത് ഇന്ത്യ, അതെ, ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വളരെ ചുരുക്കം ആളുകളാണ് പൊതു ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് കായിക രംഗത്ത് ഒക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യുവാക്കളെ കായിക രംഗത്ത് കൂടുതൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവരെ കായിക മേഖലയിൽ തൽപരരാക്കുന്നതിന് തരത്തിലുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് ജോലി ഉറപ്പാക്കുന്ന തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ ആവിഷ്കരിച്ചുകൊണ്ട് നമുക്കറിയാം, നമുക്കിപ്പോൾ നിരവധിയായിട്ടുള്ള തൊഴിൽ സംരംഭങ്ങളൊക്കെ തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തീർച്ചയായിട്ടും അടൂർ മേഖല കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ കായിക മേഖലയിലുള്ള കഴിവുകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് അവരുടെ അത്തരത്തിലുള്ള ഇപ്പോൾ നമുക്കറിയാം പലരും കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വിട്ടുപോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അവരെ നമ്മുടെ റിസോഴ്സസിനെ എല്ലാം, ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ, അത് നമുക്ക് ഈ മണ്ഡലത്തിൽ തന്നെ നമ്മുടെ പ്രദേശത്ത് തന്നെ അവരെ പരമാവധി പിടിച്ചു നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട്. ഓക്കെ, അടൂരിലെ ജനങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് എന്താണ്? അടൂരിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പല ചോദ്യങ്ങളും, ഇപ്പോൾ വിവാദവുമായി ബന്ധപ്പെട്ട പേര് വിവാദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു, അതുപോലെ തന്നെ പ്രദേശവാസി അല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യം വന്നു. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് കണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ. പ്രിജി കണ്ണൻ എന്നാണ് എൻ്റെ പേര്. പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള തവണകളിൽ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ ജില്ലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചിട്ടുള്ളത് എങ്കിലും തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധിയാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളത് മനസ്സിലാക്കി എന്നോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത് എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ അത്തരത്തിലൊരു എന്നോടൊപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എന്നോടൊപ്പം ഉണ്ടാകണം, നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളിൽ ഒരാളായി എപ്പോഴും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവരും എൻ്റെ വിജയത്തിന് വേണ്ടി എന്നെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും സഹായങ്ങളും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. വളരെ നന്ദി ശ്രീമതി. താങ്ക് യു.